ഹായ് ഗൈസ്. സോ പുതിയതായിട്ട് ഇറങ്ങിയ ബേബി ഗേൾ മൂവി കണ്ടു. എന്റെ ഒപ്പീനിയൻ ഞാനിവിടെ ഷെയർ ചെയ്യുന്നു. ആഹ് ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയായിട്ടുള്ള സർവ്വമായയ്ക്ക് ശേഷം നിവിൻ പോളി ചെയ്യുന്ന മൂവിയാണിത്. ഇതില് നമ്മുടെ ഹിറ്റ് ആയിട്ടുള്ള ഗരുഡൻ മൂവിയുടെ ഡയറക്ടർ അരുൺ വർമ്മയുടെ കൂടെയാണ് മൂവി ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് തോന്നിയ ഒരു ത്രില്ലർ മൂവി ആയിരുന്നു. മൂവിയുടെ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കുഞ്ഞിനെ കാണാതാവുന്നു. അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോലീസ്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അറ്റൻഡർ ആയിട്ടുള്ള നിവിൻ പോളി അതിന്റെ ഇടയിൽ കോൺഫ്ലിക്റ്റിൽ പെട്ടുപോകുന്നു. അപ്പൊ പുള്ളിക്കാരൻ അതിൽ നിന്ന് ഇപ്പൊ കുട്ടീനെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെന്നാണ് ആ പടത്തിന്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ഇതിലെ ഒരു രണ്ട് മെയിൻ ക്യാരക്ടേഴ്സിന്റെ സ്റ്റോറിയിലൂടെയാണ് പോകുന്നത്. ഇപ്പൊ ലിജോ മോളുടെ ഒരു ക്യാരക്ടർ ഉണ്ട്, അതിന്റെ ഒരു സ്റ്റോറിയും ഒരു മെയിൻ ആയിട്ട് ഒരു സൈഡിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടീനെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇവരുടെ ഒരു ശ്രമം അതും ഒരു സ്റ്റോറി ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കുട്ടിയെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആ പടത്തിന്റെ ഒരു മെയിൻ ആയിട്ട് ഫുൾ പ്രോഗ്രസ്സിൽ വരുന്നത്. പടത്തിലെ മെയിൻ കാസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് നിവിൻ പോളി, ലിജോ മോൾ ജോസ്, അഭിമന്യു ഷമ്മി-തിലകൻ, സംഗീത് പ്രതാപ്, ജാഫർ ഇടുക്കി, അസീസ് നെടുമങ്ങാട്. അപ്പം അതില് ചെറിയൊരു റോളില് ജാഫർ ഇടുക്കി ഉള്ളെങ്കിൽ പോലും ആ ഉള്ള ഒരു ചെറിയൊരു ടൈം പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അഭിമന്യു ഷമ്മി-തിലകന്റെ റോള് അടിപൊളിയായിരുന്നു. പുള്ളിക്കാരൻ ഒരു കലിപ്പനായിട്ടുള്ള ഒരു പോലീസുകാരനായിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല രീതിയിൽ പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ലിജോ മോളുടെ പിന്നെ എടുത്തു പറയേണ്ടതില്ലല്ലോ, പുള്ളിക്കാരത്തിക്ക് ഒരു റോൾ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി അതിന്റെ 100% 200% ഡെലിവറി ചെയ്യുന്ന ആളാണ്. നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പടത്തിന് സ്റ്റോറി ചെയ്തേക്കുന്നത് ബോബി ആൻഡ് സഞ്ജയ് ആണ്. അപ്പം അവര് മലയാളത്തിലെ ഒരു ഹിറ്റ് റൈറ്റേഴ്സ് കൂട്ടുകെട്ടാണ് നമുക്കറിയാം. അവരുടെ പടങ്ങളെല്ലാം തന്നെ ഒരു മിനിമം ഗ്യാരണ്ടിയുള്ള മൂവീസ് ആണ്. ഇതും അതുപോലെ തന്നെ ഒരു ഡീസെന്റ് ആയിട്ട് നമ്മളെ ഒരു 2 hours ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റിയുള്ള ഒരു സസ്പെൻസ് ഉള്ള ഒരു ഇമോഷണൽ മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അങ്ങനെ വലിയ സസ്പെൻസ് എലമെന്റ്സോ വലിയ ഒരു ട്വിസ്റ്റോ അങ്ങനെയുള്ളതൊന്നും ഇല്ല പടത്തില്. ആ ഒരു മീഡിയം പേസിൽ പോകുന്ന ഒരു സ്റ്റോറിയാണ്. പിന്നെ ക്ലൈമാക്സോടൊക്കെ എടുക്കുമ്പോൾ നല്ല രീതിയിലൊരു ഫീൽ ഗുഡ് ലെവലിൽ തീരുന്ന ഒരു പടമാണ്. പിന്നെ കണ്ടിരിക്കാം, തിയേറ്ററിൽ 1 time വാച്ചബിൾ മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ നോക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ദ മൂവി, സപ്പോർട്ട് ദ ആർട്ട്. അതുപോലെ തന്നെ പടത്തിന്റെ പോസിറ്റീവ് ആണെങ്കിൽ അത് എല്ലായിടത്തും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതുപോലെയുള്ള കണ്ടന്റ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമന്റ്സ് ആൻഡ് താങ്ക് യു.